എത്ര വെള്ളം പാർന്ന് വെച്ചാൽ കുക്കം വെച്ച് കുടിക്കലുണ്ട്. കുത്തരിയലായ അയാൾ ആദ്യം കയ്യ വെള്ളം കാലത്ത് പാർന്ന് വെക്കും. അതിൻ്റെ പിന്നെ കുത്തന്നെ വെള്ളം പാർന്ന് വെച്ചിട്ട് ഒരാഴ്ച വെള്ളം വെക്കും. അത് കുടിക്കാനുണ്ടാവും ഒരു രസവും, നല്ല രസം ഉണ്ടാവും. നിങ്ങൾക്കെല്ലാം അറിയില്ലേ കുക്കത്തിൻ്റെ കഥ? അതെല്ലാം പണ്ട് കുടിച്ചിട്ടുണ്ടാവും. ഒരാഴ്ചത്തെ വെള്ളം ഇന്നിപ്പോ പിറ്റേന്നുള്ള കുത്തനുള്ള ആരെങ്കിലും കുടിക്കുക. അന്ന് ഒരാഴ്ചത്തെ വെള്ളം പാർന്നിട്ട് ഊറ്റി 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 അടിയാടെ വെക്കും. അതിനകത്ത് കുറച്ച് അരിന്റെ കമ്പ് അതിനകത്ത് ഇട്ടിട്ട് വെച്ചിട്ടാകുമ്പോൾ അത് ഉള്ളാക്കരേച്ച് കൊടുക്കും. കുടിക്കാൻ കഴിയില്ലല്ലോ. കുടിച്ചിട്ട് കുടിക്കാൻ എന്നാലും അത് കുടിക്കും. കാന്താരിപ്പാർക്കയിലും ഒച്ചാലും രസം. പക്ഷെ അന്ന് അതേ കിട്ടാനുള്ളൂ. അതുകൊണ്ടാണ് ഒരാഴ്ചത്തെ വെള്ളം ഊറ്റി വെക്കണ്ടേ. നിങ്ങളാരെങ്കിലും കുടിച്ചിട്ടുണ്ടാ? കുടിച്ചിട്ടില്ലെങ്കിൽ നാളെ തൊട്ട് വെള്ളം ഇങ്ങനെ കുത്തി അരിയിലെ വെള്ളമാണെങ്കിൽ അത് വെച്ച് വെക്കും. ഒരു മണി തരക്കി അരി വിട്ടിട്ട് നിങ്ങൾ വെച്ച് കുടിച്ചു നോക്കട്ടെ. 3 ദിവസം കുളിത്തേൻ്റെ വെള്ളാടെ കലത്തിൽ പാർന്ന് വെച്ച് നല്ല സമ്മന്തി അരച്ചാൽ മതി. ഇന്നിപ്പോ അത് കുടിക്കൂല. ഇന്നിപ്പം ചോറ് ബാക്കിണ്ടെങ്കിൽ അങ്ങ് മറിച്ചു, വെള്ളം അങ്ങ് മറിച്ചു. അന്ന് അത്ര വിഷമാണ്, അതുകൊണ്ടാണ് വെച്ച് കുടിക്കുന്നത്. അന്നത്തെ കാലം അങ്ങനെയാണ്. കുടിക്കുന്നുണ്ടാ? ഇന്ന് വെള്ളം വേണാ അടുത്തൊക്കെ മറിച്ചില്ലേ? പശുവിടെ പശു നോക്കി. ആരെങ്കിലും വെള്ളത്തിലേക്ക് കഞ്ഞിവെള്ളം കഞ്ഞിൻ്റെ വെള്ളാ ചൂടുവെള്ളം മതി, അല്ലെങ്കിൽ തണുത്ത വെള്ളം മതി. അതാണ് ഇന്നത്തെ ഇത്. ഞാൻ കുടിക്കുവേ. എനിക്ക് കഞ്ഞിവെള്ളം കുടിക്കാഞ്ഞാൽ എന്തോ ആവുമല്ല. കുത്തൻ്റെ വെള്ളമായാലും രാവിലെ തലേന്ന് വൈകുന്നേരം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുടിക്കും കേട്ടാ. നിങ്ങൾ നാളത്തോട്ട് കുടിച്ചു നോക്കിയാട്ടെ. അതിന്റെ ടേസ്റ്റ് കണ്ടിട്ട് അവിടെ ഒരു അസുഖം ഉണ്ടാവുകയില്ല. കഞ്ഞിവെള്ളം എനിക്കും ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് കുടിച്ചൂടല്ല, ഷുഗറായതുകൊണ്ട്. അതാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ എല്ലാവർക്കും ഷുഗറാണ്. എന്നാലും ഇപ്പം കഞ്ഞിവെള്ളം ഇതായാലും എനിക്ക് പ്രഷർ കുറഞ്ഞുകൊണ്ട് ഒരു ഗ്ലാസ് വെള്ളം ഉപ്പിട്ടിട്ട് കുടിക്കണം. അല്ലെങ്കിൽ എനിക്ക് വേണമെങ്കിൽ പോയാൽ ക്ഷീണമാവും, തല കറങ്ങും. ഞാൻ രാവിലെ 1 കപ്പ് വെള്ളം കുടിത്തിട്ടുണ്ട്. നല്ല വെള്ളമാണ്. എങ്ങനെ വെച്ചാൽ വൈകുന്നേരം വെച്ച ചോറാണെങ്കിൽ ഒരു കപ്പ് വെള്ളം ഉപ്പ് കൂട്ടിട്ട് കുടിക്കും. അതാണ് എൻ്റെ കുടിച്ച വരെയുള്ള ആഹാരം. വേറെ ഒന്നും കുടിച്ചിട്ടില്ലെങ്കിലും നല്ലൊരു ചോറുന്നതിന് ഫലമായി. നല്ല കഞ്ഞിവെള്ളല്ലേ കുടിക്കുന്നത്. നിങ്ങൾ നാളെ അങ്ങനെ കുടിച്ച് നോക്കിയാട്ടെ. നിങ്ങൾക്ക് കാണിക്കും. നിങ്ങൾ ആരോഗ്യം കെട്ടെടുക്കാതെ നിങ്ങൾ കെട്ടെടുത്തിട്ട് എത്ര ദൂരത്തിലും പോകും. രാവിലെ കുടിച്ചാൽ അവർക്ക് വിശപ്പുണ്ടാവില്ല. അവർ കുടിച്ച് നോക്കിട്ട് നിങ്ങൾ വിചാരിക്കും നമ്മൾ നുണ പറയുന്നത്. നുണയൊന്നല്ല, അറിയാം. പുല്ലിയെല്ലാം ആള് വരുമ്പോഴത്തേക്ക് പുക്കം വെക്കാതെ അവര് പുക്കനായ നമുക്കിത് കേൾക്കുമ്പോൾ ദേഷ്യം വരും. ഈ പുളിയുള്ള ഇത് നമുക്കും കുടിക്കണല്ലോ. അതിന് അവര് ഒരു വീർത്ത് പുല്ല് തച്ച് ആ നെല്ല് പാറ്റി ഒരിലിട്ട് തരക്കി വെപ്പിച്ച് തന്നിട്ട് വേഗം വെക്കുന്നതിന് തരും. വെക്കേണ്ട വിഷമായിരിക്കാൻ നമുക്കല്ലേ ഇടാക്കുന്നത്. ഇന്നിപ്പോൾ ആരെങ്കിലും പുല്ല് ചോദിച്ചോണ്ട് ഇന്നാരെങ്കിലും പുല്ല് തല്ലുന്നുണ്ടാ? 3 അപ്പാട് വണ്ടി മിഷനാണ് വെച്ച അപ്പാട് അതൊന്നും കിട്ടിയിട്ട് പശു പുക്കന്റെ അരി കിട്ടണേ. അന്ന് കിട്ടാനില്ല. ഇന്നിപ്പോ ഒരു കഷ്ടപ്പാടുമില്ല, ഒരു വിഷമവുമില്ല. എന്നാ കടി ദോശ അല്ലെ പിട്ട് അല്ലെങ്കിൽ നൂൽപ്പിട്ട്. പണ്ടെല്ലാം ദോശയും ചായയും വരാക്കിട്ട് ഒന്നുകിൽ കുളുത്ത് അല്ലെങ്കിൽ ഇങ്ങനെ ചക്കി വന്നുകൊണ്ടെങ്കിൽ അത് അല്ലെ കപ്പ. നമുക്ക് മക്കളിന്നല്ലേ പണി. നേരത്തെ കഷ്ടപ്പാട് കൊണ്ടാണ് വന്നത്. നമുക്ക് രുചിയായിട്ട് തോന്നുന്നത്. ഇന്ന് നമുക്കത് വേണ്ട. പിന്നെ എന്താന്ന് വിചാരിച്ചാൽ അന്ന് ഒരാൾക്ക് തന്നെ 5, 6, 7 മക്കളുണ്ടാവും. ഈ മക്കൾക്ക് അത്ര വേണ്ടേ? ഇന്ന് 2 ഉള്ളൂ. ഇന്ന് അതുകൊണ്ട് ഇഷ്ടം പോലെ ആ കുട്ടിയൊക്കെ തിന്നാൻ കഴിയാതെ കുറവ്. ഇന്ന് 2 മക്കളായിട്ട് അടിയുടെ ഇതാണ്. അടിയിലും അന്ന് വെച്ചാൽ ഒരു കീറിയുടെ അവസരം, ഒരു കീറിയ കുപ്പായ ഏട്ടനൊടുത്തു, ഒരു കീറി ചാടുമ്പോൾ അനിയനൊടുത്തു, മറ്റേ അനിയനൊടുത്തു. എല്ലാം ഒരു ഭാഗം തുന്നിയിട്ടുണ്ടാവും, ഒരു ഭാഗം ഒരു തൊടിയുണ്ടാവും, ഒരു ഭാഗം ട്രൗസർ ഉണ്ടാവില്ല. ഇന്നുള്ള പിള്ളേർ അവർക്ക് വേണ്ട. ഒരു പെണ്ണുണ്ട്, തങ്കാന്ന് പറയുന്ന ഒരു പെണ്ണുണ്ട്. നല്ല ഉടുപ്പായിരിക്കും. ഞാൻ ആ ഉടുപ്പിന് നോക്കി എനിക്ക് ക്ലാസ്സിൽ നിന്ന് മാഷത്തെങ്കിലും പറയുമ്പോൾ ഞാൻ ഈ ഉടുപ്പാ നോക്കുന്നുണ്ടാവുക. നമുക്കും അതിന്റെ വൃത്തി കണ്ടിട്ട് ആ ഉടുപ്പിന്റെ നമ്മളെല്ലാം വിചാരിച്ചാ നമ്മളെ കേൾക്കാനാണ്. നമുക്കത് ഇല്ലാതുകൊണ്ടല്ലേ നോക്കി വളർന്നത്. ഇന്നൊന്നും ഒരു ബുദ്ധിമുട്ടും ഒരു വിഷമവും ഇല്ല. ആരോഗ്യത്തിന് ഒരു ആപത്തും കിട്ടാണ്ട് പ്രാർത്ഥിക്കണം കേട്ടോ നമുക്ക് വേണ്ടിയിട്ട്. ഇനി നമ്മൾ ചെറിയ പണ്ടത്തെ കഥയായിട്ട് കുറച്ച് കഥയായിട്ട് നമ്മൾ നാളെ വരും കേട്ടോ. കുറച്ച് റെഡിയായിട്ട്.